എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 49ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥ അഹല്യയുടെയും ഇന്ദ്രൻ്റെയുമാണ്. അഹല്യയ്ക്ക് തൻ്റെ ഭർത്താവായിട്ടുള്ള ഗൗതമനിൽ നിന്നും ശാപം കിട്ടി. അതിനുശേഷം ഗൗതമൻ ആ ആശ്രമം വിട്ട് ഹിമാലയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇന്ദ്രനാകട്ടെ നിഷ്ഫലനായിട്ട് അല്ലെങ്കിൽ നിർവീര്യനാക്കി ചെയ്യപ്പെട്ടു. ഗൗതമൻ്റെ ശാപം മൂലം വൃഷണഹീനനായി തീർന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഇനി ഇന്ദ്രൻ എന്താണ് ചെയ്യാൻ പോണത്? ഇന്ദ്രൻ തൻ്റെ ദുരവസ്ഥ ചെന്ന് ദേവന്മാരോടൊക്കെ പറയണതായിട്ടുള്ള കഥയാണ് നമ്മൾ നോക്കാൻ പോണത്. കഴിഞ്ഞ സർഗത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു അഹല്യ ആ ആശ്രമത്തിൽ തന്നെ ഇരിക്കണം, തപസ് ചെയ്യണം, ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ നിലകൊള്ളണം. അങ്ങനെ ശ്രീരാമൻ വരുമ്പോഴാണ് മോക്ഷം കിട്ടുക എന്നുള്ളത് പറഞ്ഞിരുന്നു. നമ്മളെല്ലാവരും കേട്ട കഥയാണ്. അധ്യാത്മരാമായണത്തിൽ ഒരു പാറയായിട്ടാണ് അഹല്യ രൂപാന്തരപ്പെട്ടത് എന്ന്. പക്ഷെ വാൽമീകി രാമായണത്തിൽ എവിടെ നോക്കിയാലും ഒരു പാറയായി തീർന്നു എന്ന് കാണാനില്ല. കഴിഞ്ഞ ദിവസത്തെ വർണ്ണനകൾ, അതായത് വെള്ളവും മഴയും മഞ്ഞും ഒക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞത് കൊണ്ടാകാം ഒരു പാറ പോലെ ആയി തീർന്നു എന്ന് പറഞ്ഞത്, അങ്ങനെ വർണ്ണിച്ചത്. പക്ഷേ ഇന്നത്തെ ഈ സർഗത്തിൽ എവിടെ നോക്കുമ്പോഴും ഒരു പാറയായി തീർന്ന അഹല്യയെ ശ്രീരാമൻ കാലുകൊണ്ട് സ്പർശിച്ചു എന്ന് കാണാനേ പറ്റില്ല. മറ്റൊരു തരത്തിലാണ് വർണ്ണന വരണത്. നമുക്ക് ഏതായാലും ഒന്നാമത്തെ ശ്ലോകം നോക്കാം. അഫലസ്തു തതശക്രോ ദേവാനഗ്നിപുരോഗമാൻ അബ്രവീദ് ത്രസ്തനയന സിദ്ധഗന്ധർവചാരണാൻ. അതിനുശേഷം അപ്പോൾ ഗൗതമൻ തപസ് ചെയ്യാനായിട്ട് ഹിമാലയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണല്ലോ നിർത്തിയത്. അതിനുശേഷം ഇന്ദ്രൻ വേഗം തന്നെ സ്വർഗലോകത്തേക്ക് വരികയാണ്. അഫലസ്തു തതഃ അഫലഃ ശക്രഃ തു. അതിനുശേഷം നിർവീര്യനായി മാറിയ ആ ഇന്ദ്രൻ, ശക്രൻ, സ്വർഗത്തിലേക്ക് വന്നിട്ട് അഗ്നിപുരോഗമാൻ സിദ്ധഗന്ധർവചാരണാൻ ദേവാൻ ത്രസ്തനയന അബ്രവീത്. ദേവന്മാർ, അഗ്നിപുരോഗമാൻ, അഗ്നി മുതലായിട്ടുള്ള ദേവന്മാർ, അതുപോലെ സിദ്ധഗന്ധർവചാരണന്മാർ, എല്ലാവരും ഏതാണ്ട് ദേവന്മാരൊക്കെ തന്നെയാണ്. അവരോടെല്ലാവരോടുമായിട്ട് അവരെല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ത്രസ്തനയന, പേടിച്ചരണ്ട ഭാവത്തോടു കൂടിയിട്ട്, കണ്ണുകളിൽ പേടിയുള്ളവനായിട്ട്, അതാണ് ത്രസ്തനയന. അങ്ങനെയായിട്ട് ഇപ്രകാരം ഇന്ദ്രൻ അവരോടൊക്കെയായിട്ട് പറയാണ്. അബ്രവീത് എന്താണ് പറഞ്ഞത്? ഇന്ദ്രൻ ചെയ്തതായിട്ടുള്ള പ്രവൃത്തി ഏറ്റവും ചീത്തയാണ്, ഏറ്റവും പൊട്ടപ്രവൃത്തിയാണ് ചെയ്തത്. പക്ഷെ അതിനെ ഒന്ന് രൂപം മാറ്റിയിട്ടാണ് പറയണത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇന്ദ്രൻ പറയാണ്. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. കുർവത തപസോ വിഘ്നം ഗൗതമസ്യ മഹാത്മന ക്രോധമുത്പാദ്യ ഹി മയാ സുരകാര്യമിദം കൃതം. മൂന്നാമത്തെ ശ്ലോകം കൂടി നോക്കാം. അഫലോസ്മി കൃതസ്തേന ക്രോധാത് സാ ച നിരാകൃത ശാപമോക്ഷേണ മഹതാ തപോസ്യാപഹൃതം മയാ. കുർവത തപസഃ വിഘ്നം. തപസ്സിന് ഞാൻ വിഘ്നമുണ്ടാക്കി. ആരുടെ? മഹാത്മനഃ ഗൗതമസ്യ. മഹാത്മാവായിട്ടുള്ള ഗൗതമൻ്റെ തപസ്സിന് ഞാൻ വിഘ്നം വരുത്തുകയാണ് ചെയ്തത്. അതാണ് ഞാൻ അവിടെ പോയിട്ട് ചെയ്തത്. എന്തിനാണ് ഇപ്പോൾ ഗൗതമൻ്റെ തപസ്സിന് വിഘ്നമൊക്കെ വരുത്തണത്? അത് പറയാണ്, ഈ ഋഷിമാരൊക്കെ തപസ് ചെയ്യുന്നത് വല്ല സ്വർഗ്ഗലോകം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ദേവന്മാരുടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭൂമിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഗൗതമൻ്റെ തപസ്സിൻ്റെ വീര്യം കളയാൻ വേണ്ടി പുറപ്പെട്ടത്. പക്ഷേ സംഭവിച്ചത് മറ്റു ചിലതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗൗതമൻ്റെ ശക്തി കുറയ്ക്കുകയാണ് ഉണ്ടായതെന്നാണ് ഇന്ദ്രൻ പറയണത്. അങ്ങനെ ഗൗതമൻ്റെ പത്നിയെ പ്രാപിച്ചിട്ട് ഗൗതമൻ്റെ ശക്തി കുറയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ഗൗതമന് സ്വാഭാവികമായിട്ട് ദേഷ്യം വരുമല്ലോ. ക്രോധം ഉത്പാദ്യ ഹി മയാ. ആ ഗൗതമൻ്റെ മനസ്സിൽ ക്രോധത്തെ ഉണ്ടാക്കിയിട്ട് ഇദം സുരകാര്യം കൃതം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ദേവന്മാർക്ക് വേണ്ടിയിട്ട് വലിയൊരു കാര്യമാണ് ചെയ്തത്. ഗൗതമൻ്റെ തപശക്തി ഇല്ലാതെയാക്കി. മനസ്സിലെ ക്രോധം വന്നാൽ മറ്റ് ശക്തികളൊക്കെ നിർവീര്യമായി പോവും. അതിനുവേണ്ടി തന്നെയാണ് ഞാനിതൊക്കെ ചെയ്തത് എന്ന് പറയുകയാണ് ചെയ്യണത്. ശരിക്കും അഹല്യയെ കണ്ട് മോഹാലസ്യപ്പെട്ടുകൊണ്ട് ചെന്നതാണ് ഇന്ദ്രൻ. പക്ഷേ
അത് അവരവരുടെ ഒരു കാമപൂർത്തിക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ദേവന്മാരാരെങ്കിലും സഹായിക്കുമോ? അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ അഹല്യയുമായിട്ട് സമാഗമം ഉണ്ടായപ്പോൾ ഗൗതമ മഹർഷിക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഗൗതമൻ്റെ കഴിവുകളൊക്കെ നശിച്ചുപോയി. അതൊക്കെ ദേവന്മാർക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. എന്നിട്ടെന്തായി? അഫലോസ്മി കൃതസ്തേന ക്രോധാത്. അങ്ങനെ വന്ന ക്രോധത്തോടു കൂടിയിട്ട് ആ ഗൗതമ മഹർഷി എന്നെ ശപിച്ചു. ക്രോധാത് എന്തു ചെയ്തു? അഹം അഫലഹ അസ്മി, എന്നെ നിർവീര്യനാക്കി തീർത്തു, എൻ്റെ വൃഷണങ്ങളില്ലാതെയാക്കി തീർത്തു. ദേഷ്യം വന്നിട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ ചെയ്ത പ്രവൃത്തി എന്നുള്ളത് എൻ്റെ സ്വേച്ഛയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദേവന്മാർക്ക് കൂടി വേണ്ടിയിട്ടാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്ന് നല്ല അസ്സൽ കള്ളത്തരമാണ് ഇന്ദ്രൻ പറഞ്ഞു വച്ചത്. നല്ല തരത്തിനൊത്തു പറയാൻ വശതയുള്ള ആളാണ് ഇന്ദ്രൻ എന്ന് മനസ്സിലാവണുണ്ട് ഇതെന്നൊക്കെ. മാത്രമല്ല സാജ നിരാകൃത. ഗൗതമൻ പിന്നെ അഹല്യയെ വെച്ചുകൊണ്ടിരിക്കുമോ? അഹല്യയെ ഉപേക്ഷിക്കുകയും ചെയ്തു. അത് തീർച്ചയാണ്. എന്നെ ശപിച്ചു, അഹല്യയെ ഉപേക്ഷിക്കുകയും ചെയ്തു. മഹതാ ശാപമോക്ഷേണ അസ്യ തപഹ മയ അപഹൃതം. ഇപ്രകാരം കഠിനമായിട്ടുള്ള ശാപമോക്ഷം എന്ന് പറഞ്ഞാൽ ശാപം പുറത്തേക്ക് വന്നതുകൊണ്ടെന്നാണ്. ശാപമോക്ഷം തന്നതുകൊണ്ടെന്നല്ല, ശാപത്തെ മോചിപ്പിച്ചതുകൊണ്ട്, ചീത്ത വാക്കുകൾ വായിൽ നിന്ന് പുറത്തേക്ക് വന്നതുകൊണ്ട്. ശാപം കഠിനമായിട്ട് ശപിക്കുകയല്ലേ ചെയ്തത്? ഇന്ദ്രനെയും ശപിച്ചു, പത്നിയായിട്ടുള്ള അഹല്യയെയും ശപിച്ചു. അങ്ങനെ ശപിച്ചത് കാരണം ശാപമോക്ഷേണ അസ്യ തപഹ മയ അപഹൃതം. ആ ഗൗതമൻ്റെ തപസ്സാണ്, തപശക്തിയാണ് എന്നാൽ ഇല്ലാതെയാക്കപ്പെട്ടത്. മാറ്റി പറഞ്ഞത് നോക്കൂ. അങ്ങനെ ഗൗതമൻ തപശക്തി ഇല്ലാത്തവനായി. എനിക്ക് കിട്ടിയ ശാപം വലിയ ദുരിതകരമായിട്ടുള്ളതൊന്നാണ്. എൻ്റെ വീര്യം മുഴുവനും പോയി, പൗരുഷം മുഴുവനും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അത് എല്ലാ ദേവന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് എന്നോർക്കണം എന്നാണ്. തന്മാം സുരവരാ സർവേ സർഷിസംഘാ സചാരണാഃ സുരകാര്യകരം യൂയം സഫലം കർത്തുമർഹത. തന്മാം തത് തസ്മാത് മാം, അതുകൊണ്ട് എന്നെ, സർവേ സുരവരാഹ സർഷിസംഘാഹ സചാരണാഹ, എല്ലാ ദേവന്മാരും എല്ലാ ഋഷീശ്വരന്മാരും ചാരണന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ എന്നെ സഹായിക്കുക തന്നെ വേണം. ദേവലോകത്തിൻ്റെ ശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് ഗൗതമൻ്റെ ശക്തി ഇല്ലാതാക്കിയവനാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം. സുരകാര്യകരം യൂയം സഫലം കർത്തുമർഹത. സുരകാര്യം ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തത്. അത് തിരിച്ചറിഞ്ഞവരായിട്ടുള്ള നിങ്ങൾ എന്നെ സഫലനാക്കി തീർക്കണം, എന്നെ വീര്യമുള്ളവനാക്കി തീർക്കണം എന്നർത്ഥം. എന്നെ പഴയ പുരുഷത്വം ഉള്ളവനാക്കി തീർക്കണം. അത് നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. അതായത് ദേവന്മാർക്ക് വേണ്ടി ചെയ്തതിന് പ്രതിഫലമായിട്ട് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സഫലതയാണ്, എൻ്റെ പൗരുഷമാണ് എന്നർത്ഥം. അപ്പോൾ അഗ്നി തുടങ്ങിയിട്ടുള്ള ദേവന്മാരെന്താ ചെയ്തത്? അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ. ശതക്രതോർവചശ്രുത്വാ ദേവാസാഗ്നിപുരോഗമാഃ പിതൃദേവാനുപേത്യാഹു സർവേ സഹമരുദ്ഗണൈഃ. ശതക്രതോഹോ വചശ്രുത്വ. അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് സാഗ്നിപുരോഗമാഹ ദേവാഹ, അഗ്നി മുഖ്യന്മാരായിട്ടുള്ള ദേവന്മാരെല്ലാവരും തന്നെ പിതൃദേവന്മാരെ, പിതൃക്കൾ, അവരും ഒരു തരം ദേവന്മാരാണ്, അവരെ പോയി കണ്ടിട്ട്, ഒപ്പം മരുത്തുക്കളുണ്ട്. ദേവന്മാരുടെ കൂടെയാണല്ലോ മരുദ്ഗണങ്ങളൊക്കെ നടക്കുന്നത്. 7 മരുത്തുക്കളുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതാണ് ദിതിയുടെ പുത്രന്മാരായിട്ടുള്ള 7 മരുത്തുക്കൾ. അവരൊക്കെ കൂടി, അഗ്നിയും മരുത്തുക്കളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ദ്രൻ്റെ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിതൃദേവന്മാരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവർ പറയാണ്, പിതൃദേവാൻ ഉപേത്യ ആഹു. പിതൃദേവന്മാരുടെ സമീപത്ത് ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അയം മേഷസ്യ വൃഷണശക്രോ ഹ്യവൃഷണഃ കൃത മേഷസ്യ വൃഷണൗ ഗൃഹ്യ ശക്രായാശു പ്രയച്ഛത. അയം മേഷസ്യ വൃഷണ. ഈ പിതൃദേവന്മാരുടെ അടുത്ത് ഒരു ആടുണ്ടായിരുന്നു, ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് പിതൃദേവന്മാർക്ക് ലഭിച്ചിട്ടുള്ളതായ ഒരു ആട്. ആ ആട് അല്ലെങ്കിൽ ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടിക്ക് വൃഷണങ്ങളുണ്ടായിരുന്നു. അതാണ് അയം മേഷഹ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിർത്തി കെട്ടിയിട്ടിരിക്കുന്നതായ ആടുണ്ടല്ലോ, അതിന് വൃഷണങ്ങളുണ്ട്. ശക്രനാകട്ടെ, ഇന്ദ്രനാകട്ടെ
വൃഷണങ്ങളില്ലാത്തവനുമായി തീർന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആടിന് ഈ വൃഷണങ്ങളുണ്ട്, ഇന്ദ്രനാണെങ്കിൽ ഇപ്പോൾ അതില്ലതാനും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മേഷസ്യ വൃഷണവും ഗൃഹ്യ, ഈ ആടിൻ്റെ വൃഷണങ്ങൾ എടുത്തിട്ട് ശക്രായ ആശു പ്രയച്ഛത, ഇന്ദ്രന് നൽകിയാലും എന്ന് പിതൃദേവതകളോട് പോയി പറഞ്ഞു. എന്തുകൊണ്ടാണ് പിതൃദേവതകളോട് പറഞ്ഞത് എന്നുള്ളതൊന്നും ഇവിടെ വ്യക്തമല്ല. ബലിക്കായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ആടിൻ്റെ വൃഷണങ്ങൾ ഛേദിച്ചിട്ട് ഇന്ദ്രന് കൊടുക്കാനാണ് പറയണത്. എന്നിട്ടോ അടുത്ത ശ്ലോകം കൂടി നോക്കാം. അത് 3 വരിയുണ്ട് 7ാമത്തെ ശ്ലോകത്തിൽ. അഫലസ്തു കൃതോമേഷ പരാം തുഷ്ടിം പ്രദാസ്യതി ഭവതാം ഹർഷണാർത്ഥം ച യേ ച ദാസ്യന്തി മാനവാഃ അക്ഷയം ഹി ഫലം തേഷാം യൂയം ദാസ്യഥ പുഷ്കലം. ഇനി ഈ ആടിന് വൃഷണങ്ങളൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ആ ആട് ധാരാളം സന്തോഷത്തെ തരുന്നതായിരിക്കും. അതാണ് അഫലഹ മേഷഹ, അഫലഹ കൃതഹ മേഷഹ, അഫലനാക്കി തീർത്ത, നിർവീര്യനാക്കി തീർത്ത ഈ ആട് നിങ്ങൾക്ക് പരാം തുഷ്ടിം പ്രദാസ്യതി, വളരെ സന്തോഷത്തെ നൽകും. അതായത് ഈ ആടിന് ഇങ്ങനെയുള്ള വൃഷണങ്ങളില്ല എങ്കിലും അവയെ ബലി കൊടുക്കുക, ആ മാംസം ഭുജിക്കുകയൊക്കെയാണല്ലോ ചെയ്യുക. അത് ഈ ആടിനിത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഇനി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിതൃദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭവതാം ഹർഷണാർത്ഥം യേ മാനവാഹ, ഏതൊരു മനുഷ്യരാണോ ദാസ്യന്തി, ഇപ്രകാരം ആടുകളെ, പ്രത്യേകിച്ച് വൃഷണങ്ങളില്ലാത്ത ആടുകളെ ആരാണോ ദാനം ചെയ്യുന്നത്, അക്ഷയം ഹി ഫലം തേഷാം യൂയം ദാസ്യഥ പുഷ്കലം, അവർക്ക് അക്ഷയമായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ നിങ്ങൾ കൊടുക്കുകയും വേണം. ഇത് പറഞ്ഞു വരണത് എന്താണ്? ഈ ദേവന്മാർക്ക്, പിതൃദേവന്മാർക്ക് വൃഷണങ്ങളില്ലാത്ത ആടിനെയാണ് പിന്നീട് ദാനമായിട്ട് അല്ലെങ്കിൽ ബലിയായിട്ട് കിട്ടേണ്ടത് എന്ന്, ബലിക്കായിട്ട് കിട്ടേണ്ടത് എന്നാണ് പറഞ്ഞു വരണത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആടിനെ നിങ്ങൾക്ക് ആരാണോ തരുന്നത് അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണം. ആടിൻ്റെ വൃഷണം ഇപ്പോൾ ഇന്ദ്രന് കൊടുക്കുകയും വേണം എന്ന് പിതൃദേവതകളോട് അഗ്നി പുരോഗമന്മാരായിട്ടുള്ള ദേവന്മാർ പറയുകയാണ് ഉണ്ടായത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. അഫലസ്തു തതശക്രോ ദേവാൻ അഗ്നിപുരോഗമാൻ അബ്രവീത് ത്രസ്തനയന സിദ്ധഗന്ധർവചാരണാൻ കുർവതാ തപസോ വിഘ്നം ഗൗതമസ്യ മഹാത്മനഃ ക്രോധമുത്പാദ്യ ഹി മയാ സുരകാര്യമിദം കൃതം അഫലോസ്മി കൃതസ്തേന ക്രോധാത് സാ ച നിരാകൃതാ ശാപമോക്ഷേണ മഹതാ തപോസ്യാപഹൃതം മയാ തന്മാം സുരവരാ സർവേ സർഷിസംഘാ സചാരണാ സുരകാര്യകരം യൂയം സഫലം കർത്തുമർഹത. ശതക്രതോ വചശ്രുത്വാ ദേവാസാഗ്നിപുരോഗമാഃ പിതൃദേവാനുപേത്യാഹു സർവേ സഹമരുദ്ഗണൈഃ അയം മേഷഃ സവൃഷണഃശക്രോ ഹ്യവൃഷണഃ കൃതഃ മേഷസ്യ വൃഷണോ ഗൃഹ്യ ശക്രായാശു പ്രയച്ഛത അഫലസ്തു കൃതോ മേഷഃ പരാം തുഷ്ടിം പ്രദസ്യതി ഭവതാം ഹർഷണാർത്ഥം ച യേ ച ദാസ്യന്തി മാനവാഃ അക്ഷയം ഹി ഫലം തേഷാം യൂയം ദാസ്യഥ പുഷ്കലം. അവർക്ക് ഇങ്ങനെ ആരാണോ ഇങ്ങനെ വൃഷണഹീനന്മാരായിട്ടുള്ള ആടുകളെ ദാനം ചെയ്യുന്നത് അവർക്ക് പുഷ്കലമായ അക്ഷയമായിട്ടുള്ള ഫലത്തെ, അനുഗ്രഹത്തെ, പുഷ്കലം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലതായ, ഏറ്റവും അഭിവൃദ്ധി നൽകുന്നതായിട്ടുള്ള അനുഗ്രഹം യൂയം ദാസ്യഥ, നിങ്ങൾ നൽകുകയും വേണം എന്ന് പിതൃദേവതകളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യണത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.